അവനെ കെട്ടിയോ കൊന്നോ കുഴിച്ചു മുടിയോന്നോ നീ നോക്കേണ്ട കാര്യമില്ല. കത്തിച്ചുകളയും കുടുംബത്തോടെ അറിയാലോ നിനക്ക് ഞങ്ങളെ. നിങ്ങളെ രാവിലെ ഇട്ട ഷർട്ട് നിങ്ങൾ കഴുകിയല്ലേ? അതെന്തിനാ കഴുകിയത്? ചോര വലുതും പറ്റിയോ ബെൻസേ? ഒരുത്തന്റെ ചോര വീണിട്ടാണെങ്കിലും ആ കുടുംബത്തിലെ കല്യാണം നടന്നില്ലടാ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ശക്തമായി തുടരും. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുമാണ് മഴ മുന്നറിയിപ്പ്. അതെ, ഓരോന്നൊക്കെ രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ട് ഇവന്മാരൊക്കെ എവിടെയെങ്കിലും പോവും. പവിയോ അവൻ 2 ദിവസം മുമ്പ് ഒരു ഹോസ്പിറ്റൽ കേസിനോട് പോയില്ല. എടാ, പുതിയ പിള്ളേര് നമ്മുടെ കാലത്തെ പോലെ അല്ലടാ. അത് നീ ആദ്യം മനസ്സിലാക്കണടാ. പിന്നെ അവ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ വരുവടാ. നാളെയും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലേ നമുക്കൊരു പരാതി കൊടുക്കാൻ സ്റ്റേഷനിൽ. ഇപ്പോഴത്തെ പിള്ളേരെ ഓരോ പൊടിയൊക്കെ വലിച്ചു കയറ്റി, എന്ത് പൊടിയടാ? സ്റ്റാർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാതിരി കീടങ്ങളൊക്കെ വലിച്ചു കയറ്റി ബോധമില്ലാതെ അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കും. ബോധം തെളിയുമ്പോ 3-4 ദിവസം കഴിയുമ്പോൾ വീട്ടിലും വരും. ഇതൊക്കെ സ്ഥിരം ഏർപ്പാടാണ്. ഇതൊക്കെ നമ്മൾ എത്ര കാണുന്ന ബെൻസേ, അല്ലടോ? ബെൻസേ, നീ മഴ നനഞ്ഞ് നടക്കാതെ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് ഇല്ല. നീ ഒരു കാര്യം ചെയ്യും, ശ്യാമിനെ പോയിക്കൊണ്ടൊരു പരാതി എഴുതി കൊടുക്കും. എടാ, ഞങ്ങൾക്കൊരാവശ്യം വന്നപ്പോ നീ ഞങ്ങളുടെ കൂടെ നിന്നില്ലേ? നിനക്കൊരാവശ്യം വന്ന പോലീസ് കൂടെ ഉണ്ടോ? എന്റെ മകൻ പയ്യന്റെ പേരെന്താ? പവി, ഇടുക്കി മാർഷലീവ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് 4ാം വർഷ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ദിവസം 23/5/2024 കോളേജ് ഹോസ്റ്റലിൽ നിന്ന് സ്വന്തം ബൈക്കിൽ പൾസർ റെഡ് കളർ എന്താ മനസ്സിലാ? സാറേ, ആ ബൈക്ക് എന്റെ മോന്റെ ബൈക്ക് പോലെ തോന്നുന്നു. ഇതൊക്കെ 2-3 മാസമായിട്ട് യാർഡ് കിടക്കുന്ന വണ്ടികളാ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിക്കാം മനസ്സിലായി. നീ വിട്ടോ. വിട്ടോടാ. Shit.
എന്താ ഇത് മഴ മൊത്തം നനഞ്ഞ് ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? ശ്ശോ. അവനെ കാണാൻ ഹോസ്റ്റലിൽ പോയിരുന്നോ? ബെൻസേ. അതെ ബെൻസേ, നാളെ ഞാൻ കൂടി വരാം. നമുക്ക് രണ്ടാമത് ഒരുമിച്ച് പോവാം. ഇനി വഴക്കൊന്നും വേണ്ട കേട്ടോ ഈ വീട്ടില്. എന്ത് പറഞ്ഞു പറയണേ. എല്ലാരും എന്റെ മഴയെ തീർത്തേക്ക ബെൻസൻ. ഈ മഴക്കെന്താ നമ്മളോട് ഇത്ര വെറുപ്പ്? മോനെ പവി, കൂടെ കൂട്ടാൻ വന്നേക്കണേ, അന്നത്തെ പോലെ. അവന്റെ കാര്യം നോക്കിയും കണ്ടും ചെയ്യണമെന്ന് പറഞ്ഞല്ലടാ. സാറേ, യാർഡിന്ന് ആ ബൈക്ക് ഞാനങ്ങ് എടുത്ത് മാറ്റിയാലോ? നമ്മളെ പുണ്യാളന്റെ പാമ്പ് ഒഴുങ്ങൂലടാ. സുധീഷ്, പുറത്താരോ വന്നിരിക്കണ നിന്നെ തിരക്കി. എന്താ പുറത്താരോ വന്ന് നിൽക്കുന്നു നിന്നെ കാണാൻ. ആര്? ആ താരടെ ഈ രാത്രിയിലൊക്കെ നിന്നെ തിരക്കി വരും. എന്താ ബെൻസ് ഈ സമയത്ത് മഴയത്ത്? സാറേലും എന്നോട് സത്യം പറ. സാറന്മാരൊക്കെ കൂടെ ആരെയാ കൊന്ന്? എനിക്കൊന്നും അറിയില്ല. നിന്നെ വിളിച്ച സാറന്മാരോട് ചോദിച്ചാൽ മതി. സത്യം പറയടാ, നീയൊക്കെ കൂടെ ആരെയാ കൊന്ന്? താൻ ആവശ്യം പറയല്ലേ. താൻ്റെ വീട്ടിൽ നിന്ന് പോയേ, വേഗം പോകാൻ നോക്ക് നിങ്ങള്. ഇതാണ് സ്റ്റാർട്ടിങ്.
A massive landslide has struck the Mundak-Kayam-Purak-Kayam region at early morning today, leaving many dead and several gone missing. Rescue operations are in full swing, led by the police, fire force and locals. പുലർച്ചെ 1 മണിയോടുകൂടി നടന്ന ദുരന്തത്തിൽ ഒട്ടനവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. നാടിനെ നടുക്കിയ ഈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ചാക്കിൽ കെട്ടിയ നിലയിൽ അഴുകിയ ഒരു മനുഷ്യ ശരീരവും കൂടി ലഭിച്ചു എന്നതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 18-നും 23-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്റെ മൃതദേഹമാണ് ഇതെന്നും ഏകദേശം 4 ദിവസത്തോളം പഴക്കമുണ്ടെന്നുമുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത് അവിടെ കൊണ്ടേ കുഴിച്ചിട്ടാ പൊന്തൂലെന്നൊക്കെ? കയ്യും കാലും പരച്ചിട്ട് പാടില്ല സാറേ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മിസ്സിംഗ് കേസുകൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന വരെയുള്ളൂ നമുക്ക് സമയം. ഒന്നും കണ്ടി വരും. ഒന്നാലോ എങ്ങോട്ട്? സുമയും പിള്ളേരൊക്കെ ഇവിടെ നാട്ടിലാ? നന്നായി. ഈ സുധീഷൊക്കെ ആരുടെ കാലിലിടാനോ? അല്ല അത് വിളിച്ചേ കിട്ടുന്നില്ല.